ക്രിസ്തുവിൽ സ്നേഹം നിറഞ്ഞവരെ, മാർക്കോസിൻ്റെ സുവിശേഷം 3-ാം അധ്യായം 13 മുതൽ 19 വരെയുള്ള തിരുവചന ഭാഗങ്ങളാണ് നാം ഇന്ന് സുവിശേഷത്തിൽ ശ്രവിക്കുന്നത്. യേശു തനിക്കിഷ്ടമുള്ളവരെ തൻ്റെ അടുക്കിലേക്ക് വിളിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് സുവിശേഷം ആരംഭിക്കുന്നത്. അവൻ്റെ കൂടെ ആയിരിക്കാൻ, അവൻ്റെ സുവിശേഷം പ്രഘോഷിക്കാൻ, അവൻ്റെ ജീവിതത്തിൻ്റെ പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് പിശാചുക്കളെ ബഹിഷ്കരിക്കുവാൻ അവൻ തനിക്കിഷ്ടമുള്ളവരെ അവൻ കൂടെ ക്ഷണിച്ചു. ഒരു വലിയ ജനക്കൂട്ടത്തിനിടയിൽ നിന്നാവണം ക്രിസ്തു ഈ 12 പേരെയും ക്ഷണിച്ചത്. അതുകൊണ്ട് തന്നെ 12 പേരുടെയും പേര് കൃത്യമായി സുവിശേഷം രേഖപ്പെടുത്തുന്നുണ്ട്. എന്നാൽ നാം ചിന്തിക്കേണ്ടത്, പരസ്യജീവിതം ആരംഭിക്കുമ്പോൾ ക്രിസ്തു തനിക്കിഷ്ടമുള്ളവരെ പേര് ചൊല്ലി തൻ്റെ അടുക്കിലേക്ക് ക്ഷണിക്കുമ്പോഴും പരസ്യജീവിതം അവസാനിക്കുന്ന കുരിശുമരണത്തോളം എത്തുമ്പോൾ ഈ 12 പേരും എവിടെ പോയി? യോഹന്നാൻ ഒഴികെ ബാക്കിയുള്ള എല്ലാവരും ഒറ്റിക്കൊടുക്കുകയും തള്ളിപ്പറയുകയും ഓടി ഒളിക്കുകയും ചെയ്യുകയാണ്. എത്ര വേദന നിറഞ്ഞൊരു കാര്യമാണ്. ഏറ്റവും അധികം സ്നേഹിച്ച, ഏറ്റവും അധികം കൂടെ ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ച ചില മനുഷ്യർ അവസാനം കൂടെ ഇല്ലാതെ പോകുന്നു. ക്രിസ്തുവിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അധികം പരാജയം നിറഞ്ഞൊരു കാര്യമായി ചിന്തിക്കാവുന്ന ഒരു കാര്യമാണ്. പക്ഷേ കുരിശുമരണത്തിന് ശേഷം, ഉത്ഥാനത്തിൻ്റെ ആ 3 ദിവസത്തെ കാത്തിരിപ്പിന് ശേഷം ക്രിസ്തുനാഥൻ ഇവരെ വീണ്ടും കാണുന്നുണ്ട്. ഒരാളെപ്പോലും നഷ്ടപ്പെടുത്താതെ അവൻ ഏത് രീതിയിലാണോ സ്വപ്നം കണ്ടത്, ആ സ്വപ്നത്തിൻ്റെ ഇരട്ടി എന്നോളം അവർ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ പോയി സുവിശേഷം പ്രഘോഷിച്ചു. അവർ അവൻ്റെ കൂടെയായിരുന്നു, അവൻ്റെ സുവിശേഷം പ്രസംഗിച്ചു, അവൻ്റെ പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് പിശാചുക്കളെ ബഹിഷ്കരിച്ചു. അത് ലോകത്തിൽ ഇന്നും സാക്ഷ്യമാണ്. 2000 വർഷങ്ങൾക്ക് ശേഷവും ക്രിസ്തുവിൻ്റെ മനോഹരമായ ജീവിതത്തെ പറഞ്ഞ് ലോകത്തിന് മുഴുവൻ വെളിപ്പെടുത്തിയത് ആ ശിഷ്യഗണമാണ്. സ്നേഹമുള്ളവരെ, നാം ഇന്ന് ചിന്തിക്കേണ്ടതും ഇതുതന്നെയാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ക്രിസ്തുവിൻ്റെ ഒരു ഇടപെടലുണ്ട്. പേര് ചൊല്ലി നമ്മളെയൊക്കെ വിളിച്ച ജ്ഞാനസ്നാനത്തിന് ഒരു ഇടപെടൽ. പക്ഷേ പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിത സാഹചര്യങ്ങൾ കൊണ്ട് ക്രിസ്തുവിൽ നിന്ന് നമുക്ക് അകന്നു പോകുന്നുണ്ട്, അവനെ ഒറ്റിക്കൊടുക്കുന്നുണ്ട്, തള്ളിപ്പറയുന്നുണ്ട്. എന്നാൽ രണ്ടാമതൊരു വരവ് അത് അത്യാവശ്യമാണ്. ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ ഒരു ഇടപെടൽ ജീവിതത്തിൽ ഉണ്ടാകാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. രണ്ടാമത്തെ ഒരു ഇടപെടലിൽ ശിഷ്യന്മാർ പഴയതുപോലെ ആയിരുന്നില്ല. അവർ കൂടുതൽ തീക്ഷ്ണതയുള്ളവരായിരുന്നു. അവർ പുതിയ മനുഷ്യരായിരുന്നു. പുതിയൊരു മനുഷ്യരാകാനുള്ള ക്ഷണമാണ് ഇന്നത്തെ സുവിശേഷം. പഴയ മനുഷ്യനെ ഉരിഞ്ഞു മാറ്റി പുതിയതിലേക്ക് എത്തിച്ചേരാൻ സർവശക്തനായ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.